മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് വഴറ്റുവാണ്. വഴറ്റി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടാണ് വഴറ്റിയത്. അതിനുശേഷം ഞാനിതാ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പോരാൻ തോന്നിയപ്പോൾ കുറച്ചും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂണും കൂടെ അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഈ മസാല മൂപ്പിക്കുവാണേ. മസാല മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിക്കണം. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ബീഫ് ഇഷ്ടമില്ലാത്തൊരു കാണണമെന്നില്ല, പക്ഷേ ബീഫിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് ഇളക്കി യോജിപ്പിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കഴിയുമ്പോഴത്തേനും ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നല്ലപോലെ മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് തുറന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ മൂടി വെച്ചിക്കണം. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി നമ്മൾ വീണ്ടും കാണുന്നതാണ്. അതുവരേക്കും